ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സന്ദേശങ്ങളാണ് സഭയിലെ ഈ 3 സന്യസ്ത വേദപാരംഗതർ പകർന്നു നൽകിയത്. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. അതെ, തീർച്ചയായിട്ടും. വിശുദ്ധ കൊച്ചുത്രേസ്യയെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഓർമ്മ വരുന്നത് വിശുദ്ധിയുടെ വിശുദ്ധരായ മാതാപിതാക്കളെ കുറിച്ചാണ്. അടുത്തതായി നമുക്ക് അവരുടെ അടുത്തേക്ക് പോയാലോ? പോകാം. നമുക്ക് നമ്മുടെ വിശുദ്ധ കൊച്ചുത്രേസ്യയും നമ്മുടെ കൂടെ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ ഒരേ ഫ്രെയിമിൽ ഈ വിശുദ്ധ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താലോ? അപ്പനും അമ്മയും മകളും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു വിശുദ്ധ കുടുംബത്തോടൊപ്പമാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. വിശുദ്ധ ദമ്പതികൾ എന്നറിയപ്പെടുന്ന വിശുദ്ധ ലൂയി മാർട്ടിനും വിശുദ്ധ സെലിഗുരിനും അവരുടെ ഏറ്റവും ഇളയ മകളായ വിശുദ്ധ കൊച്ചുത്രേസ്യയും ദൈവം തങ്ങൾക്ക് നൽകിയ 5 പെൺമക്കളെയും കർത്താവിന്റെ മണവാട്ടിമാരാക്കാൻ വിട്ടു നൽകിയ അനുഗ്രഹീത ദമ്പതിമാരായിരുന്നു വിശുദ്ധ ലൂയി മാർട്ടിനും വിശുദ്ധ സെലിഗുരിനും. തീർച്ചയായും ഈ കുടുംബം വലിയൊരു അത്ഭുത കുടുംബമാണ്. കാരണം ദൈവം ഇവർക്ക് ദാനമായി നൽകിയ 5 പെൺമക്കളെയും സന്യസ്തരാകാൻ വിട്ടുകൊടുത്ത ആ വലിയൊരു സമർപ്പണം, അതിനെക്കുറിച്ച് ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? കർത്താവിനെ 1-ാം സ്ഥാനം നൽകിയ കുടുംബമായിരുന്നു ഞങ്ങളുടേത്. കുടുംബത്തിൽ പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും അന്തരീക്ഷം തളം കെട്ടി നിന്നിരുന്നു. കർത്താവിന്റെ കൂടെയുള്ള സന്തോഷങ്ങളും വാത്സല്യ പ്രകടനങ്ങളും ചുംബനങ്ങളും ആലിംഗനങ്ങളും ഡാൻസുകളുമൊക്കെ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം. എൻ്റെ കൊച്ചുറാണി, നിങ്ങളുടെ വിശുദ്ധ കൊച്ചുത്രേസ്യ, എന്നെ അവളുടെ രാജാവെന്നാണ് വിളിച്ചിരുന്നത്. ഞാനും അവളുടെ അമ്മയും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൾ ഞങ്ങളെ ശ്രദ്ധിക്കുമായിരുന്നു. പ്രാർത്ഥനയിൽ ഞാൻ ലയിച്ചിരിക്കുന്നതിനെ പറ്റിയും എൻ്റെ കണ്ണുകൾ നിറയുന്നതിനെ പറ്റിയും അവൾ എന്നോട് സംശയങ്ങൾ ചോദിക്കുമായിരുന്നു. ഈ ലോക ജീവിതത്തിനേക്കാൾ പ്രാധാന്യവും ആനന്ദവും ദൈവത്തോടൊത്തുള്ള നിത്യ ജീവിതത്തിന് ഉണ്ടെന്ന് ഞാൻ എന്നും 5 പെൺമക്കൾക്കും പറഞ്ഞു കൊടുക്കുമായിരുന്നു. ലിസി മഠത്തിലെ ചാപ്പലിൽ ഇരിക്കുമ്പോൾ ഇരുമ്പഴികൾക്കപ്പുറം അതാ അവിടെ 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന കന്യാസ്ത്രീകളുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് സന്യസ്ത ദൈവവിളിയുടെ ശ്രേഷ്ഠത പറഞ്ഞു കൊടുത്തിരുന്നു. പെൺമക്കൾ ഓരോരുത്തരായി സന്യാസം ജീവിതാന്തസ്സായി സ്വീകരിച്ചപ്പോൾ മാനുഷികമായ വേദന ഉണ്ടായെങ്കിലും അഭിമാനത്തോടെ ഞാൻ അവരെ യാത്രയാക്കി. എൻ്റെ രാജകുമാരി കൊച്ചുത്രേസ്യയും എന്നിൽ നിന്ന് മഠത്തിലേക്ക് പറിച്ചു നഷ്ടപ്പെട്ടതോടെ ഞാനും എൻ്റെ കർത്താവും മാത്രമായുള്ള നിമിഷങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചു.